നമ്മൾ ലാസ്റ്റ് ഒരുപാട് വീഡിയോസിൽ പഠിച്ചു ഓരോ ക്രിസ്റ്റൽസിന്റെ അകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. ഇറ്റ് മേ ബി ആറ്റം, ഇറ്റ് മേ ബി അയോൺ ഓർ ഇറ്റ് മേ ബി മോളിക്യൂൾ. ഇവയെല്ലാം ഡിഫറെൻറ്റ് വേസിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് എംപ്റ്റി സ്പേസസ് അഥവാ വേക്കൻറ്റ് സ്പേസസ് കാണാൻ സാധിക്കും. ഈ എംപ്റ്റി അഥവാ വേക്കൻറ്റ് സ്പേസസിനെയാണ് വോയിഡ്സ് എന്ന് പറയുക എന്ന് നമ്മൾ പഠിച്ചു. രണ്ട് ടൈപ്പ് വോയിഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ടെട്രാഹെഡ്രൽ വോയിഡ് ആൻഡ് ഒക്ടാഹെഡ്രൽ വോയിഡ്. ഒരു ക്ലോസ് പാക്ഡ് അറേഞ്ച്മെന്റിൽ ഈ എംപ്റ്റി സ്പേസസ് അതിന്റെ പാക്കിംഗ് എഫിഷ്യൻസിയെ അഫക്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നമ്മൾ ഇന്ന് പാക്കിംഗ് എഫിഷ്യൻസിയെ പറ്റിയാണ് പഠിക്കുന്നത്. ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം നിങ്ങൾ 100% ആണെന്ന് അസ്യൂം ചെയ്യൂ. ഇനി ആ യൂണിറ്റ് സെല്ലിലുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എത്ര വോളിയമാണ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത്, അതാണ് ആ യൂണിറ്റ് സെല്ലിന്റെ പാക്കിംഗ് എഫിഷ്യൻസി അഥവാ പാക്കിംഗ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഡെൻസിറ്റി പാക്കിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് സ്പേസ് occupied by spheres present in the unit cell. Clear? Packing efficiency എപ്പോഴും പെർസെൻറ്റേജിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നിങ്ങൾ നോക്കൂ. വോളിയം ഓഫ് സ്പിയേഴ്സ് ഇൻ എ യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര സ്പിയേഴ്സ് ഉണ്ടോ ആ സ്പിയേഴ്സിന്റെ എല്ലാം വോളിയം ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇൻറ്റു 100. ഇനി ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. കാരണം ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഓരോ യൂണിറ്റ് സെല്ലിന്റെയും പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് യുവർ പാക്കിംഗ് എഫിഷ്യൻസി? ഫസ്റ്റ് പോയിന്റ്, ദ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം പാക്കിംഗ് എഫിഷ്യൻസിയെ അഫക്റ്റ് ചെയ്യും. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ സ്ട്രക്ചർ. The third one, volume of atom. എത്ര ആറ്റം ഉണ്ടോ ആ ആറ്റത്തിന്റെ വോളിയവും പാക്കിംഗ് എഫിഷ്യൻസിയെ അഫക്റ്റ് ചെയ്യും. ഇനി നമ്മൾക്ക് ഓരോ യൂണിറ്റ് സെല്ലിന്റെയും പാക്കിംഗ് എഫിഷ്യൻസിയെ പറ്റി പഠിക്കാം. ഫസ്റ്റ് വൺ, സിമ്പിൾ ക്യൂബിക് ലാറ്റീസ്. നിങ്ങൾക്കറിയാം ഒരു ക്യൂബിന്റെ കോർണേഴ്സിൽ മാത്രം പാർട്ടിക്കിൾസ് ഉള്ള അറേഞ്ച്മെന്റിനെയാണ് സിമ്പിൾ ക്യൂബിക് എന്ന്. അതുപോലെ അതിലെ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 1 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഒരു യൂണിറ്റ് സെല്ലിന്റെ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് A ആണെന്നും അതിലെ പാർട്ടിക്കിൾസ് അഥവാ സ്പിയേഴ്സിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണെന്നുമുള്ള അസംഷനിൽ നിന്നാണ് നിങ്ങൾ ഇതിന്റെ പാക്കിംഗ് എഫിഷ്യൻസി ഡിറൈവ് ചെയ്യുന്നത്. For our convenience, we are considering only this phase of your unit cell. ഈ ഒരു ഫേസ് വെച്ചാണ് നിങ്ങൾ പാക്കിംഗ് എഫിഷ്യൻസി ഡിറൈവ് ചെയ്യുന്നത്. ഇതൊരു യൂണിറ്റ് സെല്ലിന്റെ ഒരു ഫേസ് ആണെന്ന് കൺസിഡർ ചെയ്യൂ. ഇതിലെ 4 കോർണേഴ്സിലും ആറ്റങ്ങൾ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ആ ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻ ദിസ് അറേഞ്ച്മെന്റ് each spheres are touching each other along their edges. എഡ്ജ് എന്ന് പറയുന്നത് A ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെ ഒരു സ്പിയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണെന്നും നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കൂ, ഈ ഒരു എഡ്ജ് ലെങ്ത് A എന്ന് പറയുന്നത് ഈ സ്പിയറിന്റെ റേഡിയസും ഈ അഡ്ജസന്റ് സ്പിയറിന്റെ റേഡിയസും കൂടിയതല്ലേ? സോ ലെറ്റ് us assume that radius equal to R. R ആണെന്ന് അസ്യൂം ചെയ്തു. എഡ്ജ് ലെങ്ത് A equal to R plus R equal to 2R. ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ വോളിയം എന്ന് പറയുന്നത് എഡ്ജ് ലെങ്ത്തിന്റെ ക്യൂബ് ആണ്. ഇവിടെ എഡ്ജ് ലെങ്ത് A ആയതുകൊണ്ട് A ക്യൂബ് ആണ്. പക്ഷെ നമ്മളിവിടെ കണ്ടെത്തി A എന്ന് പറയുന്നത് 2R ആണ്. So substitute here V is equal to 2R whole cube. V equal to 8R cube.
ഇതുവരെ നിങ്ങൾക്ക് കിട്ടി. ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ ഒരു ഒറ്റ ആറ്റം ആണുള്ളത്. ആ ഒരു ഒറ്റ ആറ്റത്തിന്റെ വോളിയം എന്ന് പറയുന്നത് 1 × 4/3 πr³ ആണ്. 4/3 πr³ എന്നുള്ളത് ഒരു സ്പിയറിന്റെ വോളിയം ആണെന്ന് നിങ്ങൾക്കറിയാം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഫോർമുല എന്താണ്? വോളിയം ഓഫ് സ്പിയേഴ്സ് ഇൻ എ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇൻടു 100. ഇവിടെ യൂണിറ്റ് സെല്ലിലുള്ള സ്പിയേഴ്സിന്റെ വോളിയം എന്ന് പറയുന്നത് 1 × 4/3 πr³ ഇൻടു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെല്ലിന്റെ വോളിയം V = 8r³ എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബൈ സോൾവിംഗ് ദിസ് യു ഗെറ്റ് 52.4% എന്ന് കിട്ടും. So, the packing efficiency in case of a simple unit cell is 52.4%. Clear ആണല്ലോ? Second case, BCC structure. ബോഡി സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ കോർണേഴ്സിൽ മാത്രമല്ല പാർട്ടിക്കിൾസ് ഉണ്ടാവുക, ബോഡിയുടെ സെന്ററിൽ ആസ് എ ഹോൾ ഒരു ആറ്റം ഉണ്ടായിരിക്കും. ഈ ഒരു അറേഞ്ച്മെന്റിലും എഡ്ജ് ലെങ്ത് എന്നുള്ളത് A ആണ്. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ കേസിൽ കണ്ടു, 2 ആറ്റങ്ങൾ ടച്ച് ചെയ്യുന്നത് അലോങ് ദ എഡ്ജസ് ആണ്. എന്നാൽ ഒരു BCC അറേഞ്ച്മെന്റിൽ അലോങ് ദ എഡ്ജസ് അല്ല പാർട്ടിക്കിൾസ് ടച്ച് ചെയ്തിരിക്കുന്നത്. 2 ഓപ്പോസിറ്റ് കോർണേഴ്സിലുള്ള ആറ്റങ്ങൾ അലോങ് വിത്ത് ദ ബോഡി സെന്റർ ആറ്റം ടച്ചസ് ഈച്ച് അതർ. മനസ്സിലായോ? 2 ഓപ്പോസിറ്റ് കോർണേഴ്സിലുള്ള ആറ്റങ്ങൾ അലോങ് വിത്ത് ദ ബോഡി സെന്റർ ആറ്റം ടച്ചസ് ഈച്ച് അതർ. ഇനി ഇതൊരു ബോഡി ഡയഗണൽ ആണ്. ബോഡി ഡയഗണലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ബോഡി സെന്റേർഡ് ആറ്റം ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇനി നിങ്ങൾക്കറിയാം ഒരു ക്യൂബിന് ഒരുപാട് ഫേസസ് ഉണ്ട്. ഈ ഫേസിൽ ഉള്ള ഡയഗണലിനെയാണ് ഫേസ് ഡയഗണൽ എന്ന് പറയുന്നത്. ഇവിടെ ഫേസ് ഡയഗണൽ ആയിട്ട് എടുത്തിട്ടുള്ളത് BA ആണ്. ഈ ബോഡി ഡയഗണൽ ആയിട്ട് എടുത്തിട്ടുള്ളത് C ആണ്. ക്ലിയർ ആണല്ലോ ഇതുവരെ? ഇനി നമ്മൾക്ക് അതിന്റെ ഡെറിവേഷനിലേക്ക് പോകാം. ആ സെയിം അറേഞ്ച്മെന്റ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു അറേഞ്ച്മെന്റിൽ നിങ്ങൾ പഠിച്ചു ബോഡി ഡയഗണൽ ഉള്ള ആറ്റങ്ങളാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ആറ്റത്തിന്റെ റേഡിയസ് ആണ് R. ബോഡി സെന്ററിലുള്ള ആറ്റത്തെ നോക്കൂ നിങ്ങൾ, അതിന്റെ ഡയാമീറ്റർ ആസ് എ ഹോൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 2 റേഡിയസ് ചേർന്നിട്ടാണല്ലോ. ഇനി ഈ കോർണറിലുള്ള ആറ്റങ്ങളെ നോക്കൂ, ഇതിന്റെ റേഡിയസ് ആണ് R. ഈ ഫേസ് ഡയഗണൽ C എന്ന് പറയുന്നത് ഈ ഒരു ആറ്റത്തിന്റെ റേഡിയസും ഈ ഒരു ആറ്റത്തിന്റെ ഡയാമീറ്റർ, ഇതിന്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 2 റേഡിയസ് കൂടിയിട്ടാണ്. അതുപോലെ ഈ ഒരു ആറ്റത്തിന്റെ റേഡിയസും. സോ C = R + 2R + R. ടോട്ടൽ 4R ആണ് C എന്ന് പറയുന്നത്. ഈ ഒരു അറേഞ്ച്മെന്റിൽ യു ജസ്റ്റ് കൺസിഡർ ദ ട്രയാങ്കിൾ EFD. ഈ ഒരു ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിങ്ങൾക്ക് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. എന്താണ് പൈത്തഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ = സം ഓഫ് സ്ക്വയർ ഓഫ് ദ അതർ 2 സൈഡ്സ് ആണല്ലോ, നിങ്ങൾക്കറിയാം. ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യൂ. ഇൻ ദിസ് ട്രയാങ്കിൾ EFD ദ ഹൈപ്പോട്ടന്യൂസ് ഈസ് B. സോ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് B² ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് സ്ക്വയർ ഓഫ് അതർ 2 സൈഡ്സ്. നിങ്ങൾ നോക്കൂ, B² = A² + A². സോ B² = 2A².
ബി എന്ന് പറഞ്ഞാൽ √2 into a എന്ന് കിട്ടും. Again you consider another triangle AFD. ഇതും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. നിങ്ങൾക്കറിയാം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നമ്മൾക്ക് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. സോ ദ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു Sum of squares of other two sides. സോ സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നിങ്ങൾ കണ്ടു ബി സ്ക്വയർ എന്ന് പറയുന്നത് 2a സ്ക്വയർ ആണ്. നിങ്ങൾ ഇതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. ബി സ്ക്വയറിന് 2a സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നിങ്ങൾ. സോ യു ഗെറ്റ് a സ്ക്വയർ പ്ലസ് 2a സ്ക്വയർ. ഇറ്റ് ഈസ് ഈക്വൽ ടു 3a സ്ക്വയർ. സോ c സ്ക്വയർ ഈക്വൽ ടു 3a സ്ക്വയർ. c is equal to square root of 3 into a. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യൂ. ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇനി നിങ്ങൾ ഈ ഒരു അറേഞ്ച്മെന്റിൽ നമ്മൾ പഠിച്ചു ഇവിടെ പാർട്ടിക്കിൾസ് ടച്ച് ചെയ്യുന്നത് ബോഡി ഡയഗണലിലാണ്. ബോഡി ഡയഗണൽ എന്ന് പറയുന്നത് സി ആണ്. സി ഈക്വൽ ടു ആർ പ്ലസ് 2r പ്ലസ് ആർ ഈക്വൽ ടു 4r എന്ന് നമ്മൾ ഫസ്റ്റ് കണ്ടെത്തി. ഇനി ലാസ്റ്റ് ഡെറിവേഷനിൽ നമ്മൾ പഠിച്ചു സി ഈക്വൽ ടു √3a. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. സി ഈക്വൽ ടു √3a എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടും √3a ഈക്വൽ ടു 4r. ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ യു ഗെറ്റ് റേഡിയസ് ഈസ് ഈക്വൽ ടു √3 ഡിവൈഡഡ് ബൈ 4a. a എന്ന് പറയുന്നത് 4r ബൈ √3 എന്ന് നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾക്കറിയാം ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം എന്ന് പറയുന്നത് എഡ്ജ് ലെങ്ത്തിന്റെ ക്യൂബാണ്. ദാറ്റ് ഈസ് a cube. It is equal to 4r by √3 whole cube. അപ്പോൾ നിങ്ങൾക്ക് ഈ യൂണിറ്റ് സെല്ലിന്റെ വോളിയവും കിട്ടി. ഇനി നിങ്ങൾ കാണേണ്ടത് പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഇക്വേഷനിൽ നിങ്ങൾക്ക് ടോട്ടൽ വോളിയം കിട്ടി യൂണിറ്റ് സെല്ലിന്റെ. ഇനി വോളിയം ഓഫ് സ്പിയേഴ്സ് ഇൻ എ യൂണിറ്റ് സെൽ. നിങ്ങൾക്കറിയാം ഒരു BCC അറേഞ്ച്മെന്റിൽ 2 ആറ്റങ്ങളുണ്ട്. ഈ 2 ആറ്റങ്ങളുടെയും വോളിയം കാണണം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 into 4/3 pi r cube into 100 divided by volume of unit cell എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. It is 4r by √3 whole cube. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 68% എന്ന്. കൃത്യമാണല്ലോ. Next you are going to calculate the packing efficiency of hexagonal close packed structure and cubic close packed structure. നിങ്ങൾക്കറിയാം cubic close packing എന്ന് പറയുന്നത് similar to that of face centered close packing. So ഒരു face centered close packing ന്റെ പ്രത്യേകത അവിടെ കോർണേഴ്സിൽ മാത്രമല്ല ആറ്റങ്ങൾ ഉണ്ടാവുക, ഓരോ ഫേസിലും ആറ്റങ്ങൾ ഉണ്ടാവും. ഈ ഒരു അറേഞ്ച്മെന്റിലെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് 4 ആണെന്ന് നിങ്ങൾക്കറിയാം. ഒരു FCC അറേഞ്ച്മെന്റിൽ നിങ്ങൾ ഒരു യൂണിറ്റ് സെല്ലിന്റെ ഒരു ഫേസ് എടുത്താണ് പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ഒരു ഫേസ് എന്ന് കൺസിഡർ ചെയ്യൂ. യൂണിറ്റ് സെല്ലിന്റെ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് a ആണ്. നമ്മൾ പറഞ്ഞു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ കേസിൽ പാർട്ടിക്കിൾസ് ആർ ടച്ചിങ് അലോങ് ദ എഡ്ജസ്. ബോഡി സെന്ററിന്റെ കേസിൽ the particles are touching along the body diagonal. എന്നാൽ ഒരു FCC അറേഞ്ച്മെന്റിന്റെ കേസിൽ the particles are touching along the face diagonal. The face diagonal is B. Clear? So ഇതിന്റെ edge length എന്ന് പറയുന്നത് A ആണ്, face diagonal എന്ന് പറയുന്നത് B ആണ്. You just consider the triangle ABC. It is a right angle triangle. നിങ്ങൾക്ക് ഇവിടെ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. That is AC square, that is hypotenuse square equal to sum of square of the other two sides. So B square equal to A square plus A square. So B square equal to 2A square. B is equal to √2a. ഇനി ഈ ഒരു ആറ്റത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് r ആണെങ്കിൽ ഈ ഫേസ് ഡയഗണൽ B എന്ന് പറയുന്നത്
R plus 2R plus R അല്ലേ? BCC യുടെ കേസിൽ ബോഡി ഡയഗണൽ കണ്ട പോലെ ഇവിടെ ഫേസ് ഡയഗണൽ B എന്ന് പറയുന്നത് R plus 2R plus R. It is equal to 4R. B equal to 4R എന്ന് കിട്ടി. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് B is equal to root 2A. ഇവിടെ LHS equal ആണ്. Then you can equate the RHS. So 4R equal to root 2A. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും edge length A എന്ന് പറയുന്നത് 4R by root 2 എന്നാണ്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും A equal to 2 root 2 R എന്ന്. ക്ലിയർ ആണല്ലോ? ഇനി ഒരു FCC യുടെ കേസിൽ 4 സ്പിയേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. So the volume of spheres in a unit cell equal to 4 into 4 by 3 pi r cube into 100 divided by total volume of unit cell. നിങ്ങൾക്കറിയാം ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം എന്ന് പറയുന്നത് A ക്യൂബ് ആണ്. A എന്നാൽ 2 root 2 R ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 74% എന്നുള്ളത്. പാക്കിംഗ് എഫിഷ്യൻസി ഇൻ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ഈസ് 74%. ഈ സെയിം പാക്കിംഗ് എഫിഷ്യൻസി ആണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിലും ഉള്ളത്. പക്ഷേ ഡെറിവേഷൻ കുറച്ച് വ്യത്യസ്തമാണ്. ഇനി ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിന്റെ പാക്കിംഗ് എഫിഷ്യൻസി അറിയണമെന്നുള്ളൊരു താഴെ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് യൂണിറ്റ് സെല്ലിന്റെ പാക്കിംഗ് എഫിഷ്യൻസിയെ പറ്റി പഠിച്ചു. സിമ്പിൾ ക്യൂബിക്കിന്റെ കേസിൽ 52.4% ആണ് പാക്കിംഗ് എഫിഷ്യൻസി. എന്നാൽ BCCയുടെ കേസിൽ പാക്കിംഗ് എഫിഷ്യൻസി 68% ആണ്. എന്നാൽ HCPയുടെയും CCPയുടെയും കേസിൽ അതുപോലെ FCCയുടെയും കേസിൽ പാക്കിംഗ് എഫിഷ്യൻസി 74% ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിച്ചത്.